നമുക്ക് ഷെയർ മാർക്കറ്റിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് തരം വ്യക്തികളാണ് കാണാൻ സാധിക്കുക. ഒന്ന് ഒരു ഇൻവെസ്റ്ററെയും മറ്റേതൊരു ട്രേഡറെയും ആകുന്നു. ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷെയർ പർച്ചേസ് ചെയ്തതിന് ശേഷം ആ ഷെയറിൽ ഉണ്ടാകുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷനിലൂടെയും ലോങ് ടേമിൽ ഉണ്ടാകുന്ന ക്യാപിറ്റൽ അപ്രീസിയേഷനിലൂടെയും അതേപോലെ തന്നെ പ്രോഫിറ്റ് ഷെയറായി കമ്പനിയിൽ ലഭിക്കുന്ന ഡിവിഡൻഡിലൂടെയും പൈസ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാകുന്നു. ഈ ഇൻവെസ്റ്റർക്ക് സാധാരണഗതിയിൽ പ്രൈസ്, അതായത് നമ്മളുടെ ഷെയർ വിറ്റുണ്ടാകുന്ന ലാഭത്തിന് ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആണ് ആപ്ലിക്കബിൾ ആവുക. ആ ഷെയർ എത്ര നാൾ കൈവശം വെച്ചു എന്നതിനനുസരിച്ച് ആ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെ ഷോർട്ട് ടേം ആയിട്ടും ലോങ് ടേം ആയിട്ടും കാറ്റഗറൈസ് ചെയ്യുന്നതാണ്. അതേപോലെ തന്നെ ആ കാറ്റഗറിക്ക് അനുസരിച്ചിട്ട് ടാക്സ് റേറ്റും വ്യത്യാസമുള്ളതാകുന്നു. അതേസമയം ഒരു ട്രേഡർ ആണ് എങ്കിൽ ആ ട്രേഡർ മാർക്കറ്റിൽ നിന്ന് കാശ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് ഷോർട്ട് ടേം ആയിട്ടുള്ള പ്രൈസ് മൂവ്മെൻറ്റുകളുടെ അഡ്വാൻറ്റേജ് എടുത്തുകൊണ്ടാണ്. അപ്പോൾ ട്രേഡർ ഒരിക്കലും ഒരുപാട് നാൾ ഒരു ഷെയറിൽ ഇൻവെസ്റ്റഡ് ആയിട്ട് ഇരിക്കുന്നില്ല. അപ്പോൾ ഒരു ട്രേഡർക്ക് ഉണ്ടാകുന്ന ലാഭത്തിന് ബിസിനസ് ഇൻകം എന്നാണ് പറയപ്പെടുന്നത്. ആ ബിസിനസ് ഇൻകത്തിനെ തന്നെ രണ്ടായിട്ടാണ് ഇൻകം ടാക്സ് തിരിക്കുന്നത്. ഒന്ന് സ്പെക്കുലേറ്റീവ് ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞുകൊണ്ടും മറ്റേത് നോർമൽ ബിസിനസ് ഇൻകം എന്ന് പറഞ്ഞുകൊണ്ടുമാണ് തിരിക്കുന്നത്. സ്പെക്കുലേറ്റീവ് ബിസിനസ് ഏതാണ്, നോർമൽ ബിസിനസ് ഏതാണ് എന്ന് തരംതിരിക്കുന്നത് നമ്മൾ വാങ്ങിയ, അതായത് ഒരു ട്രേഡർ വാങ്ങിയ ഷെയർ അല്ലെങ്കിൽ FNO പോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ കമ്മോഡിറ്റിയുടെ ഡെലിവറി നമ്മൾ എടുക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിച്ചുകൊണ്ടാണ്.